ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഞാൻ കെട്ടി ഒരുങ്ങി ഔട്ട്ഡോർ ഷൂട്ടും കൂടെ ആയിട്ട് എങ്ങോട്ടായിരിക്കും പോകണമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇന്നൊരു ഫൺ ഫെയർ കാണാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം, നമുക്ക് ഒരുമിച്ച് പോയി കണ്ടാലോ? വായോ. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. പൊതുവേ സൺഡേ ഇവിടെ റെസ്റ്റ് ഡേ ആണ്, ആരും വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങാറില്ല. പക്ഷേ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല അടിപൊളി ഡോൾസ് അല്ലേ, പക്ഷെ വാങ്ങാൻ ഒരു നിവൃത്തിയില്ല. ഗെയിം കളിച്ച് വിൻ ചെയ്താൽ മാത്രമേ നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങാൻ പറ്റത്തുള്ളൂ. ഞങ്ങളിവിടെ എത്തിയൊരു വൈകുന്നേര സമയമായിരുന്നു. അപ്പോഴത്തേക്കും മേഘമൊക്കെ കറുത്തിരുണ്ട് നല്ല മഴക്കോളുണ്ടായിരുന്നു. ഈ ഗെയിം നിങ്ങൾ നാട്ടിലെ മോളിലും കണ്ടിട്ടുണ്ടാവും. ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ അകത്ത് വീഴണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഡോൾസ് ഒക്കെ വാങ്ങാൻ പറ്റത്തുള്ളൂ. എന്താ അല്ലേ, എല്ലാം ഗെയിമിൻ്റെ ഓരോ കളികളാണേ. ഇവിടെ ഉള്ളതിൽ പല ഗെയിംസും ഞാൻ കളിച്ച് കയ്യിലുള്ള കാശ് തീർന്നു എന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായില്ല ഗൈസ്. ഈ ഡോൾസ് കിട്ടാൻ വേണ്ടി ഗെയിം കളിച്ച് അവസാനം ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന അവസ്ഥയായിരുന്നു എൻ്റെത്. കയ്യിലുള്ള കാശ് പോയത് മെച്ചം. ഈ കാണുന്ന റൈഡ്സിലൊക്കെ കയറണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ ഇത് നടക്കില്ല എന്ന് മനസ്സിലാക്കി ഗൈസ്. അപ്പം ഇനി ഒരിക്കലാവാമെന്ന് വിചാരിച്ചു. വഴി കളഞ്ഞ് കിട്ടിയപ്പോഴത്തെ ഒരു സാധനത്തിനെ കണ്ടു. ആദ്യം കണ്ടപ്പോൾ നല്ല മൈൻഡായിരുന്നു, നല്ല കുട്ടിയായിട്ട് എന്നെ നോക്കുകയും ചെയ്തു. പിന്നെ പോകായപ്പം പുള്ളിക്കാരിക്ക് ഒട്ടും മൈൻഡില്ലാതായിപ്പോയി ഗൈസ്, വെറും പുച്ഛം മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉള്ളതിൽ മിക്കതിലും നമ്മൾ ഗെയിം കളിച്ച് വിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഗിഫ്റ്റ് നേടാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഒരു ഗെയിമാണിത്. ഇവിടെ കുറച്ച് ബോൾസ് വെച്ചിട്ട് ഒരു 5 ബോൾസ് എന്തോ, ആ ബോൾസ് കറക്റ്റായിട്ട് നമ്മൾ ആ ക്ലോസ് തുറക്കുന്ന സമയം അകത്തിടണം. എന്നാൽ നമുക്ക് ഇതിന് ഏത് ഗിഫ്റ്റ് വേണോ നമുക്ക് ചൂസ് ചെയ്യാം.
ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാരണം ഒത്തിരി നേരം നിൽക്കാനും പറ്റിയില്ല. അടുത്ത മഴയ്ക്ക് മുമ്പ് വീടെത്തണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് തിരിക്കാനാണ് നോക്കിയത്. സമയം പരിമിതി കാരണം ഒത്തിരി അങ്ങോട്ട് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. ഇനിയും ഈ ഫൺഫെയർ നവംബറിൽ വരുന്നുണ്ട്. ഇയർലി ട്വൈസ് ആണ് ഇത് വരുന്നത്. ബാലൻസ് വിശേഷം അപ്പം കാണാം. ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.